ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ഗൈസ്. ഇന്നലെ ഞാൻ വൈകുന്നേരം ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഒരു ജയൻറ്റ് സ്പൈഡറിനെ ഞാൻ കണ്ടത്. അപ്പോൾ അത് എന്നെക്കാട്ടൊരു ഹൈറ്റ് ഉണ്ടായതുകൊണ്ട് എനിക്കതിനെ വേഗം കാണാനൊന്നും കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വേഗം ഈ ഒരു ഷോറൂമിൻ്റെ അകത്ത് കയറി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ ഞാൻ എന്തായാലും ഇനി അത് ഇവിടെ എവിടെയെങ്കിലും കാണുന്നുണ്ടോ നോക്കാൻ വേണ്ടി ഞാൻ ഈ ക്രെയിനിൻ്റെ മുകളിലൊന്ന് കയറി നോക്കട്ടെ, ഈ ഒരു പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. വാർത്തയൊന്നും വന്നിട്ടില്ല. ഇനി എനിക്ക് തോന്നിയതാണോ സ്വപ്നമാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആയിട്ടാണ് ഞാനിത് ഇങ്ങോട്ട് വന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ കയറിയിട്ടൊന്ന് നോക്കട്ടെ, സത്യമാണോ ഇതെന്തൊരു താണ്ട ഗൈസ്. ഈ സെയിം സാധനമാണ് ഞാൻ ഇന്നലെ കണ്ടത്. എൻ്റെ പൊന്നു, താണ്ട ഇതൊരു സ്പൈഡർമാൻ്റെ ലുക്ക് ഉണ്ട്. ഇതെന്ത് കാണിക്കുന്നത് ഗൈസ്? ഇവിടെ നിൽക്കുന്ന അത്ര സേഫ് അല്ല കേട്ടോ, അത് കുറച്ച് സീനാന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും ഇവിടുന്ന് പോവുകയാണ്. അയ്യോ, ഇറങ്ങാനും പേടിയൊന്നും ഗൈസ്. ഇവിടുന്ന് ചാടെ കയ്യും കാലോടി ഇല്ലാന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഒന്നും പറ്റില്ല ഗൈസ്, പുറടിച്ച് വീണതേ ഉള്ളൂ. അപ്പം ഇനി എന്തായാലും നമുക്ക് നേരെ എന്തായാലും വാർത്ത വന്നിക്കാന്ന് പ്രതീക്ഷിക്കാം, കാരണം ആൾക്കാരൊക്കെ ഓടുന്നുണ്ടായിരുന്നു കേട്ടോ. ഉറപ്പാണ് ഗൈസ്, വാർത്ത വന്നിട്ടുണ്ട്. അതാണ് ഞാൻ വീട്ടിലെത്തി നോക്കുമ്പോൾ എവിടെ ഇത്, അയ്യോ ഇത് നമ്മുടെ സിറ്റിൻ്റെ സെൻറ്റർ ഭാഗത്താണ് കേട്ടോ. എൻ്റെ അമ്മോ, എവിടെ ഇത് എന്തൊക്കെ കാണിക്കുന്നത് ഗൈസ്? ഇത് സീനാക്കുമെന്ന് തോന്നുന്നു. ഞാനെന്തായാലും നമ്മുടെ സ്പൈഡർമാനെ കാണട്ടെ. നമ്മുടെ കൂട്ടുകാരനാണ് അവൻ. അപ്പോൾ നമ്മളെന്തായാലും അവനെ ഇനി കാണാൻ വേണ്ടി പോവാണ്. അവൻ്റെ അടുത്ത് വല്ല വഴി ഉണ്ടാവും. അപ്പോൾ ഗൈസ്, ഞാൻ അവനെ വിളിക്കുന്നത് സ്പൈഡർ ബായ് എന്നാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇനി അവൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് എന്തായാലും അവനോട് കാര്യം പറയണം. അവൻ എന്തായാലും ഇതിലെന്തെങ്കിലും ഒരു വഴി കണ്ടുവച്ചിട്ടുണ്ടാവും കേട്ടോ. ഗൈസ്, ഞാനവിടെ വണ്ടി നിർത്തിയിട്ട് നേരെ ഇനി നമ്മൾ അങ്ങോട്ട് പോവാണ്. അവൻ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ വരുമായിരിക്കും. അപ്പോൾ നമുക്ക് അവനെ കാത്ത് നിൽക്കുകയാണ് ഞാനിവിടെ. ദാണ്ട് അവൻ വരുന്നുണ്ട് കേട്ടോ ഗൈസ്, അവൻ വരുന്നുണ്ട്. താണ്ടേ നെങ്കിയൊക്കെ അവിടെ നിന്നാൽ മതിയായിരുന്നു. എന്താടാ കാര്യം? എടാ നീ നമ്മുടെ നാട്ടിലെ മറ്റേ ജയന്റ് സ്പൈഡർ ഇറങ്ങിയില്ലേ? ഞാനത് അറിഞ്ഞു. ഞാൻ അതിനെ തുരക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് എന്റെ വല കാണുന്നില്ല. വല കാണുന്നില്ലേ? അതെ, എനിക്ക് തോന്നുന്നു ഇന്നലെ വൈകുന്നേരം ആ സ്പൈഡർ വന്നില്ലേ, അവൻ എൻ്റെ അടുത്ത് അടിച്ചു മാറ്റിയെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഞാൻ എന്തായാലും കണ്ടുപിടിക്കട്ടെ, എത്രയും വേഗം കണ്ടുപിടിച്ചാൽ അത് നന്നു. എങ്കിൽ ഞാനും ഹെൽപ്പ് ചെയ്യാം, നീ വേഗം വിട്ടോ. ഓക്കെ, എന്നാ ശരി. നോക്കടാ, ബായ്. ശരി, നമുക്ക് കാണാം. ഗൈസ്, അങ്ങനെ എന്തായാലും അവൻ പോയിട്ടുണ്ട്. അവൻ്റെ വല കാണുന്നില്ല പറഞ്ഞിട്ടാണ് ഇപ്പോൾ അവൻ്റെ പ്രശ്നം കേട്ടോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നതാണ് ഇപ്പം ഞാൻ ആലോചിക്കുന്നത്. ഗൈസ്, അവനില്ലാതെ നമുക്ക് ഒന്നും ആ ഒരു സ്പൈഡറിനെ നമുക്ക് അറ്റാക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം ഇവൻ്റെ വല ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ബ്ലോക്ക് ചെയ്യാനൊക്കെ പറ്റുള്ളൂ കേട്ടോ. അപ്പം ഇനി എന്തായാലും നമുക്ക് അവൻ്റെ കൂടെ നമുക്ക് തപ്പാൻ ഇറങ്ങാം. ഞാൻ എന്തായാലും ഒരു സ്ഥലമുണ്ട്, നമുക്ക് എന്തായാലും ആ കാണുന്നൊരു ബിൽഡിംഗ് ഉണ്ടല്ലേ, അതേ കാണുന്നു, ആ ഒരു സ്ഥലത്താണ് നമ്മുടെ സ്പൈഡറിനെ അധികം കണ്ടതായിട്ട് ന്യൂസിലും പോലീസുകാരും പറഞ്ഞത്. അപ്പോൾ എൻ്റെ വീടിൻ്റെ മുന്നിലായതുകൊണ്ട് ഞാനിത് നോക്കി, പക്ഷെ ഇവിടെ ഒന്നും കണ്ടില്ല കേട്ടോ. പക്ഷെ ഇവിടെ നമുക്ക് സാധനം അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ സാധനം കിട്ടി. എനിക്ക് ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ കയറാൻ വയ്ക്കാത്തോണ്ടാണ് ഞാൻ ഇത് അങ്ങോട്ടേക്ക് പോയെന്ന്. ഇനിയിപ്പോൾ എന്തായാലും കുഴപ്പമില്ല, ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്, ഇത് വർക്കിംഗ് ആണല്ലേന്ന് അറിഞ്ഞിട്ട് മതി. ഞാൻ നോക്കട്ടെ. ഇത് ഇത് പക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാ. ആദ്യത്തേക്കാട്ടും സ്മൂത്ത് കിട്ടുമെന്ന് തോന്നുന്നു. അതായത് നിനക്ക് രണ്ടാമത് ഉപയോഗിക്കുന്നോണ്ടാ, അത് പഴയ പോലെ തന്നെ ആയിരിക്കും. ഇനി ഞാനൊന്ന് കറങ്ങിട്ട് വരാം. എടാ ചതിക്കല്ലേട്ടോ, വായോ. ഞാൻ വരാ. ദാണ്ട അവൻ പോയി ഗൈസ്. ഗൈസ്, എന്നെ ഒറ്റയാക്കി അവൻ പോവോ? അവൻ അങ്ങനെ ചെയ്യില്ല. നമുക്ക് എന്തായാലും ഇനി പോകാം. അപ്പോൾ അവനക്ക് കിട്ടിയ സന്തോഷത്തിൽ അവൻ തുള്ളിച്ചാടിപ്പോയി ഗൈസ്. എനിക്കതൊന്ന് ടെസ്റ്റ് ചെയ്താൽ മതിയായിരുന്നു, പക്ഷെ എനിക്കത് ഉപയോഗിക്കാൻ വല്ലാതെ അറിയില്ല. ഞാനും ടെസ്റ്റ് ചെയ്തില്ല. സൗണ്ട് കേട്ടെ, നമ്മുടെ ജൊറാസി പാർക്ക് നട്ടാ സൗണ്ട്. ഇനി സ്പൈഡർ എങ്ങാനും അങ്ങോട്ട് എത്തിയാ? സ്പൈഡറിനൊന്നും ഇവിടെ കാണുന്നില്ല. ഇവിടെ കാണണ്ട നമ്മുടെ ഡൈനോസർ ഇവിടെ നിൽക്കുന്നുണ്ട്. സാധാരണ ഇവിടെ സ്പൈനോ നിൽക്കേണ്ടതാണ്, സ്പൈനോനെ മാത്രമേ ഇവിടെ കാണുന്നില്ല. അയ്യോ, ഇതാണ് സ്പൈനോൻ്റെ കുട്ടികൾ അവിടെ ഉണ്ട്. അയ്യോ, താണ്ട നമ്മളെ സ്പൈനോനെ അറ്റാക്ക് ചെയ്യുന്ന സ്പൈഡർ. അയ്യോ, താണ്ട അതെന്താ ഉസൈൻ ബോൾട്ടാ? എന്ത് സ്പീഡിലാണ് അത് പോയത്? അതെന്തൊരു സ്പീഡിലാണ് പോയത്? താണ്ട നമ്മുടെ സ്പൈനോ ചത്ത്.
അതുകൊണ്ട് ആ സ്പൈഡർ നമ്മുടെ സ്പൈഡർ ബൈൻ്റെ പോലെ തന്നെയാണ് കേട്ടോ. വാലൊക്കെ ഏകദേശം സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. പക്ഷെ ഇതിന് വലയ്ക്ക് കുറച്ച് വലിപ്പം കൂടുതലാണ്. അവൻ്റെ കുറച്ച് ചെറിയ വലിപ്പമേ ഉള്ളൂ. ഇതെന്നാലും ഒരുമാതിരി വലിപ്പമുണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് എന്തായാലും ഇവിടെ നിൽക്കണ്ട, ഇവിടുന്ന് പോകുന്നതാണ് സേഫ്. ഞാൻ എന്തായാലും ഇനി നമുക്ക് വേറെ പ്ലാൻ ഉണ്ട്. നമുക്കൊരു റോബോട്ടിനെ ഉണ്ടാക്കാണ്ട്, റോബോട്ട് സ്പൈഡർമാൻ ഉണ്ടാക്കാനാണ് ഇനി ഞാൻ അടുത്തതൊരു പ്ലാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു ക്യാമറ ആവശ്യമുണ്ട്, അതേപോലെ തന്നെ നമുക്കൊരു ഫോട്ടോസും ആവശ്യമുണ്ട്. ഇതൊക്കെ നമുക്കൊരു സ്ഥലത്തുണ്ട്, നമ്മുടെ കൂട്ടുകാരൻ തന്നെയാണ്. അപ്പോൾ ഈ ക്യാമറ എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് 3D ആയിട്ടാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമ്മൾ 3Dക്ക് വേണ്ടിയിട്ടാണ് ക്യാമറ എടുക്കുന്നത്. ഫോണിൽ ഷൂട്ട് ചെയ്താൽ അത്ര ക്ലിയർ കിട്ടത്തില്ല. ഒരു ക്ലിയർ പീസായിട്ടാണ് നമുക്കൊരു സ്പൈഡർമാനെ വേണ്ടത് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്കിനി ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കിനി പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പൈഡർമാൻ ബൈയുടെ ഫോട്ടോസാണ് ഈ കാണുന്നത്. ഇത് അവൻ്റെ ക്യാമറയും കാര്യങ്ങളുമാണ്. അവൻ ഈ സ്ഥലത്തേക്ക് രണ്ടാമത് വരാൻ വെയ്ക്കായിട്ടാണ് കേട്ടോ. അവൻ്റെ കയ്യിൽ വലയുടെ സംഭവം ഉണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ടാണ് അവൻ ഇങ്ങോട്ട് വരാൻ വെയ്ക്കായിരുന്നത്. അപ്പം ഇനി എന്തായാലും ഞാനിങ്ങോട്ട് കാറിലാണ് വന്നത്. അപ്പം ഇനി എന്തായാലും ഗൈസ് നമ്മൾ പകുതി ഒരു ഷേപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇതിന് ജീവൻ കൊടുക്കാൻ വേണ്ടി നമ്മുടെ കൂട്ടുകാരൻ സ്പൈഡർ ബോയ് ആണ് ഇതിനെ കൊണ്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് ജീവൻ പറഞ്ഞാൽ നമുക്കിതിന് ഇലക്ട്രിക് കറണ്ടാണ് വേണ്ടത്. അപ്പോൾ കറണ്ടിന് ഇതാണ്ട് നമ്മുടെ സ്പൈഡർ ബോയ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവൻ കൊണ്ടുപോയിട്ട് ഇതിനെ കുറച്ച് ചാർജ് ആക്കിയിട്ടാണ് ഇനി കൊണ്ടുവരുന്നത്. അപ്പോൾ സെറ്റല്ലടാ? പിന്നെ ഞാൻ സെറ്റാക്കിയിട്ട് വരാം ഗൈസ്. അവൻ അങ്ങനെ പോയിട്ടുണ്ട്. ഇനി എന്താവുന്നാവോ? ചാർജ് വേഗം കയറേണ്ടതാണ്. ഒരു 3/4 മണിക്കൂർ കൊണ്ട് സംഭവം ചെയ്യും കേട്ടോ. എടാ ഇതാണ്ടാ മറ്റേ സ്പൈഡർ വരുന്നു. എടാ അയ്യോ രക്ഷിക്കണേ. എടാ ഇതൊന്നും സംഭവിച്ച് താണ്ടി സ്പൈഡർ ചത്ത്. എൻ്റെ മോനെ. നീയോ? അതെ, ഇത് ഞാൻ തന്നെയാണ്. നിനക്ക് വിശ്വാസം വരുന്നില്ലേ? വിശ്വാസം വരായില്ല. നീ ഇപ്പോൾ പോയതേ ഉള്ളല്ലോ. ഞാൻ എപ്പോ പോയാലും എന്ന് പറഞ്ഞു വരുന്നവനാണ് ഈ ജോസ്. അതുകൊണ്ട് നീ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇവന്റെ കഥ ഞാൻ കഴിച്ചിട്ടുണ്ട്. രക്ഷപ്പെട്ട് എന്തായാലും. ഞാൻ ജസ്റ്റ് മിസ് കണ്ണടച്ച് തുറന്നപ്പോഴേക്കും നീ താണ്ട മുന്നിൽ നിൽക്കുന്നു. ഓ താങ്ക് യു. നിന്നെ ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു കേട്ടോ. ഓ അതൊന്നും കുഴപ്പമില്ലാന്നേ. ഇനിയിപ്പോ നമുക്ക് മറ്റവനെ കണ്ടുപിടിക്കണ്ട്. അവൻ നേരെ അവിടെ കണ്ടെന്ന് പറഞ്ഞ അങ്ങോട്ട് പോയിരുന്നു. ആര്? നമ്മുടെ സ്പൈഡർ ബോയ്. ഓ അവന്. ഇതവനല്ലേ? ശരിയാണല്ലോ. ഇവനൊന്ന് ഇത്ര വലുതായ ഇവൻ ആ സ്പൈഡറിന്റെ ബാക്കിയായ താണ്ട് ഇവൻ എന്തൊക്കെയാണ് കാണിക്കുന്നത്? ഇവന്റെ ഡ്രസ് ഇതല്ല, ഇത് അവനല്ല കേട്ടോ. ആ ശരിയാണ്, അവന്റെ ഡ്രസ് ഇതല്ല. ബോസേ ഇതാണ് നമ്മളെ നോക്കുന്നത്. ഞാനിപ്പോ വരാട്ടോ. എടാ സൂക്ഷിക്ക്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്തൊക്കെ ഇവിടെ നടക്കുന്നു? അയ്യോ എടാ എടേ ഇതെന്ത് സംഭവിച്ചു? എന്റെ ബോധം പോയി. അയ്യോ അയ്യോ അയ്യോ